കയറ്റി കൊടുക്കേണ്ട പേരേതാ? അത് ലോകത്തിന്റെ നേതാവിന്റെ പേരാ. അത് കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. ആ കണ്ണങ്ങളെ കുറിച്ചുള്ളതായ അറിവുകൾ, അവിടുത്തെ മഹബത്തുകൾ ഒരു കുട്ടിയുടെ ഹൃദയത്തിലേക്ക് കയറ്റിവിട്ടാൽ ആ കുട്ടി ഒരിക്കലും കേടുവരൂല. ആ കുട്ടി ഒരിക്കലും ലഹരി ഉപയോഗിക്കൂല. ആ കുട്ടി ഒരിക്കലും മാതാപിതാക്കൾക്ക് എതിരാകൂല. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കട്ടെ. മഹാനായ ലുക്മാനുൽ ഹക്കീം തങ്ങൾ തന്റെ മകൻക്ക് കൊടുത്ത ഉപദേശം ആദ്യമായി പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? അതേ വഇദ് ഖാല ലുക്മാനു ലിബ്നിഹി വഹുവ യഇലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. ചെറുതും വലുതുമായ നല്ല നല്ല ഉപദേശങ്ങളാ മക്കളുടെ ഹൃദയത്തിലേക്ക് നല്ല നിർമ്മലമായ ആ ഹൃദയത്തിലേക്ക് കയറ്റിക്കൊടുക്കുമ്പോ അങ്ങനത്തെ മക്കൾ ഒരിക്കലും പരാജയപ്പെടൂല. ലുക്മാനുൽ ഹക്കീം തങ്ങൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിനല്ലാതെ ഒരാളെയും നീ ആരാധിക്കല്ല. നീ ഒരിക്കലും ശിർക്ക് വന്നു പോകല്ല. ഇന്ന് ശിർക്ക് പോലും നമുക്ക് പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ആഘോഷങ്ങൾ മാറിപ്പോയില്ലേ? നബിദിനം വന്നപ്പോ അതിൻ്റെ കൂടെ ഓണാഘോഷം കൂടെ വന്നപ്പോ എത്ര ആളുകളുടെ ഈമാനാ ഉരപ്പെട്ടു പോയത്. കാരണം അവർ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഹൈന്ദവ വിശ്വാസികളുടെ അവരുടെ ആരാധനയുടെ ഭാഗമായ അതുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗമായ ഓണാഘോഷം ഒരു വിശ്വാസിക്ക് അനുകൂലമാണോ? ഒരു വിശ്വാസിക്ക് ആഘോഷിക്കാൻ പറ്റുമോ? ഇന്ന് അതൊന്നുമല്ലാതെ ദീനല്ലല്ലോ വലുത്. ഇന്ന് മതസൗഹാർദ്ദമാണ്. അത് സോഷ്യൽ മീഡിയയിൽ ഇടണോ, നാലാളുടെ ലൈക്ക് കിട്ടണോ, നാലാളുകൾ അവനെ കുറിച്ച് നല്ലത് പറയണോ, ആ വലിയ സൗഹാർദ്ദമുള്ളയാളാ. എങ്ങനെയാടാ മതങ്ങൾ തമ്മിൽ പരസ്പരം സൗഹാർദ്ദത്തിലാകുന്നത്? വ്യക്തികൾക്ക് സൗഹാർദ്ദമുണ്ട്, അത് കാത്തു സൂക്ഷിക്കണോ. അത് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് തന്നെയാ. എല്ലാ മതവിശ്വാസികളോടും അവരോട് വ്യക്തിപരമായ ബന്ധങ്ങൾ വേണോ, അവരുടെ എല്ലാ കാര്യങ്ങളിലും സഹകരണങ്ങൾ വേണോ, അവരുടെ എല്ലാവിധ വീട്ടിലെ പ്രോഗ്രാമുകൾ നമ്മൾ പങ്കെടുക്കാം, അവരുടെ ഭക്ഷണം കഴിക്കാം, എല്ലാത്തിലും സഹകരിക്കാം. എന്തിനാ നീ അവരുടെ വിശ്വാസാധാരങ്ങളിൽ പോയി ഇടപെടാൻ നിൽക്കുന്നത്? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അവരാരെങ്കിലും പള്ളിയിലെ ആഘോഷത്തിന് വേണ്ടി വരാറുണ്ടോ? അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു അടിയുറച്ചു തരുമാറാകട്ടെ. അതാണ് ലുക്മാനുൽ ഹക്കീം തങ്ങൾ ആദ്യമായി പറഞ്ഞു കൊടുക്കുകയാണ്, ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. ആദ്യമായി ഏറ്റവും ഗൗരവമുള്ള, ഒരിക്കലും നീ നിന്റെ അള്ളാഹുവിന് പങ്കു ചേർക്കരുത്. ആ നിർദ്ദേശമാണ് ആദ്യം കൊടുക്കുന്നത്. രണ്ടാമത് കൊടുക്കുന്ന നിർദ്ദേശം എന്തെന്നറിയോ? യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ. ലുക്മാനുൽ ഹക്കീം തങ്ങളുടെ കുറിച്ച് എന്തിനാ പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചത്? എന്തിനാ ലുക്മാനുൽ ഹക്കീം എന്ന് പറയുന്ന ആ വലിയ ഔലിയാക്കളിൽപ്പെട്ട വലിയ നേതാവായ ലുക്മാനുൽ ഹക്കീം തങ്ങൾ തൻ്റെ മകനോട് കൊടുത്ത ഉപദേശം എന്തിനാ ഖുർആനിൽ പറഞ്ഞതെന്നറിയോ? നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉപദേശിക്കാനാ. അതാണ് മഹാനായ ലുക്മാനുൽ ഹക്കീം രണ്ടാമതായി കൊണ്ട് പറയുന്നത്, യാ ബുനയ്യ ഇന്നഹാ ഇൻദകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹാ ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഓ എൻ്റെ മുഅ്മിനേ, ലുക്മാനുൽ ഹക്കീം തങ്ങൾ തൻ്റെ മകനക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം, മോനെ നീ തെറ്റ് ചെയ്യരുത്, നീ ഹറാമ് ചെയ്യരുത്. അത് ചെറിയ നിസാരമായ അണുമണി തൂക്കത്തിലുള്ള ചെറിയ തെറ്റാണെങ്കിലോ നീ അത് ചെയ്യരുതേ മോനെ. കാരണം നാളെ ആഖിറത്തിൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ വരുന്ന സമയത്ത്, അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോ ഏത് രഹസ്യമായ അറയുടെ ഉള്ളിൽ ഒരാളും കാണില്ല എന്ന് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന എത്ര രഹസ്യമായ അറയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിലാണെങ്കിലോ, നീ എത്ര നിസാരമായ തെറ്റ് ചെയ്തവനാണെങ്കിലോ, നാളെ ആഖിറത്തിൽ നിന്നെ മുമ്പിൽ കൊണ്ടുവരാതെ, അതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കാതെ, അതിനെക്കുറിച്ച് അതേ തക്കതായ ശിക്ഷ നൽകാതെ ഒരാൾക്കും ആഖിറത്തിൽ
രക്ഷയില്ല. ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ, അത് ഉറക്കുന്ന രൂപത്തിൽ അങ്ങ് കയറ്റിക്കൊടുത്താൽ ആ മക്കൾ തെറ്റ് ചെയ്യുമോ? അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മൂന്നാമത് കൊടുത്ത ഉപദേശമാണ് ഞാൻ പറഞ്ഞത്. വയുഅല്ലിമുഹുൽ കിതാബ്, അതേ നല്ല ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തി കൊടുക്കുക. അതേ 10ാം ക്ലാസ് മദ്രസ കഴിഞ്ഞാലോ ദീനിന്റെ 1% പോലും പഠിക്കാൻ നമുക്ക് സാധിക്കുമോ? വിശാലമായ ദീനിന്റെ ഇൽമുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് ഭൗതികമായ വിദ്യാഭ്യാസമില്ല, ദർസുകളിലില്ല, അല്ലെങ്കിൽ കോളേജുകളില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ അതേ നമ്മുടെ സ്കൂളുകളിൽ കൊടുക്കുന്നതിനേക്കാൾ, നമ്മൾ സ്വന്തമായി പ്രൈവറ്റായി പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ കൂടിയ നിലക്ക്, നിലവാരമുള്ള നിലക്ക് അതേ നടത്തുന്ന എത്രയോ സ്ഥാപനങ്ങളില്ലേ. ഒരിക്കലും ഭൗതികമായ ഇൽമുകൾക്ക്, ഭൗതികമായ അറിവിന് ഒരു കോട്ടവും സംഭവിക്കാതെ ഇൽമു പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് എന്തേ വാപ്പാ നിന്റെ മോനെ ഒരു ആലിമാക്കാഞ്ഞത്? നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, അന്യന്റെ ഭക്ഷണം, അതേ അന്യന്റെ ഭക്ഷണം കഴിക്കുന്നത് കണിക്കാൻ എൻ്റെ മകനെ ഞാൻ അനുവദിക്കൂല. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ഇതാണോ നിങ്ങളുടെ പ്രശ്നം? അതിനും പതേ പരിഹാരങ്ങളുണ്ടല്ലോ. ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടില്, അതിന് സ്വന്തമായി പഠിപ്പിക്കാമല്ലോ. എൻ്റെ മുഅ്മിനീങ്ങളെ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് എന്തിനാണെന്നറിയുമോ? നാളെ ആഖിറത്തിൽ നമ്മൾ പ്രതികളാകാൻ പാടില്ല, അറിയാത്തതിൻ്റെ മേലിൽ പ്രതികളാകാൻ പാടില്ല. മക്കൾ എന്താണെങ്കിൽ ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് തിരിഞ്ഞു കളയാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അത് ഹറാം മുക്തമായ പ്രോഗ്രാം ആകണമെന്നത് അത് നമ്മുടെ നിർബന്ധമായിരിക്കണോ? അതിന് കഴിയില്ലെങ്കിൽ നീ വാപ്പ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നീ കാരണവരാൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ഉത്തരവാദിത്ത ബോധത്തോടെ നിർവഹിച്ചോ. നിങ്ങളൊക്കെ ഓരോ ഉത്തരവാദികളാണല്ലോ. ഞാനും ഒരു ഉത്തരവാദിയാ. എനിക്ക് കുടുംബമുണ്ട്, എന്നോട് ചോദിക്കപ്പെടുന്നതാ. എനിക്ക് ദർസുണ്ട്, എന്നോട് ചോദിക്കുന്നതാ. ഞാൻ പള്ളിയിലെ ഖതീബ, എന്നോട് ചോദിക്കുന്നതാണ്. ഓരോ ഉത്തരവാദിത്തക്കുറിച്ചും ചോദിക്കാതെ ആഖിറത്തിൽ കഴിച്ചിലാകൂല, ഒരിക്കലും ആഖിറത്തിൽ രക്ഷപ്പെടൂല. അതുകൊണ്ട് മക്കൾക്ക് നല്ല ദീന് പഠിപ്പിച്ച് നല്ല മക്കളായി വളർത്തുക. അതിന് നമ്മൾ നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ പരിശീലിപ്പിച്ചു കൊണ്ടുവരിക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾ ഈ കടമകളങ്ങ് പറഞ്ഞപ്പോ ഫഖാലൽ ഇബ്നു ഫവല്ലാഹി മസ്തൻജബ ഉമ്മീ, ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങളോടാ മോൻ പറയുകയാണ്, ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങളെ, ഈ വാപ്പാനോട് ആദ്യം വാപ്പാന്റെ കടമ നിർവഹിക്കാൻ പറ, എന്നിട്ട് എന്റെ കടമകളെ കുറിച്ച് ചോദിക്കാൻ പറ എന്ന് ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങളോടാ മകൻ പറയുകയാണ്. വാപ്പാനോട് വാപ്പാന്റെ കടമകൾ ആദ്യം നിർവഹിക്കാൻ പറയാ. അതേ ഇസ്തൻജബ മസ്തൻജബ ഉമ്മീ, എനിക്ക് നല്ല ഉമ്മാനെ നൽകിയിട്ടില്ല, എനിക്ക് ദീനുള്ള ഉമ്മാനെ തന്നിട്ടില്ല. ഒരു നീഗ്രോ വർഗക്കാരിയായ ഉമ്മയാ എൻ്റെ ഉമ്മ. എവിടുന്നോ എവിടുന്നോ കണ്ടപാട ഭംഗിയുടെ പേരിൽ കൊണ്ടുവന്ന ഉമ്മയാ, ദീനുള്ള ഉമ്മയല്ല. ഒന്നാമത്തെ കടമത പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. മഹാനവർ അതേ ആമോൻ പറയുകയാണ്, വലാ അല്ലമനീയതേ വലാ ഹസുന ഇസ്മീ, എനിക്ക് നല്ല പേര് നൽകിയിട്ടില്ല, എനിക്ക് നല്ല പേര് നൽകിയിട്ടില്ല. എൻ്റെ പിതാവ് എനിക്കിട്ട പേരെന്തെന്നറിയോ? ജുഅലി എന്നാണ്, കരിവുണ്ട് എന്ന അർത്ഥമുള്ള പേരാ എനിക്ക് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ കടമയും വാപ്പ നിർവഹിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? വലാ അല്ലമനീ മിൻ കിതാബില്ലാഹി ആയതൻ വാഹിദ, എൻ്റെ പിതാവ് എനിക്ക് കിതാബിൽ നിന്ന്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെങ്ങനെയാ ഞാൻ കടമകൾ നിർവഹിക്കുന്നത്? പിന്നെങ്ങനെയാ ഞാൻ ആ പാപ്പ പറയുന്നത് ഞാൻ കേൾക്കുന്നത്? അല്ലാഹ്, ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾ പറഞ്ഞതുപോലെ
ഇതുപോലെയുള്ളൊരു ചോദ്യം നമ്മളോടാ ചോദിച്ചതെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ ഏതിനൊക്കെയാ നമുക്ക് മറുപടി ഉണ്ടാകുക? അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കട്ടെ. ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി